ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം വികസിപ്പിച്ച ദേശി ജുഗാദ് കോപ്പിയടിച്ച് ചൈന. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഡ്രോൺ ആക്രമണ ഭീഷണികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അത്തരം ഭീഷണികളെ മറികടക്കുന്നതിനായി ഇന്ത്യൻ സൈനികർ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ലളിതമായ ആയുധ സംവിധാനം അതേപടി കോപ്പിയടിച്ചിരിക്കുകയാണ് ചൈന. ഡ്രോൺ ഭീഷണി ശക്തമാകുന്ന സാഹചര്യത്തിൽ ചെലവ് കുറഞ്ഞ പ്രതിരോധ മാർഗമെന്ന നിലയിൽ ഇന്ത്യൻ സൈനികർ വികസിപ്പിച്ചെടുത്ത ലളിതമായ താൽക്കാലിക ആയുധ സംവിധാന ആശയമാണ് ചൈന വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ സൈനികർ മുന്നോട്ട് വെച്ച ഈ ആശയം ഒരു കാലത്ത് ദേശി ജുഗാദ് അഥവാ നാടൻ സൂത്രപ്പണിയെന്ന് സോഷ്യൽ മീഡിയയിൽ പരിഹസിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് അതേ ആശയം ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ പ്രായോഗിക മാതൃകയായി ചൈനയും സ്വീകരിച്ചിരിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അതിർത്തിയിലെ ഇന്ത്യൻ സൈനികർ തങ്ങളുടെ പക്കലുള്ള 3 ഇൻസാസ് റൈഫിളുകൾ ഒരു ഇരുമ്പ് ബോളിൽ ഒന്നിച്ചു ഘടിപ്പിച്ച് പരീക്ഷണാത്മക സംവിധാനം വികസിപ്പിച്ചിരുന്നു. ഒരൊറ്റ ട്രിഗർ വലിക്കുമ്പോൾ 3 തോക്കുകളിൽ നിന്നും ഒരേ സമയം വെടിയുണ്ടകൾ പുറപ്പെടുകയും താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളെ ലക്ഷ്യമിടുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ആശയം. ഈ സംവിധാനം 360 ഡിഗ്രി തിരിക്കാവുന്ന രീതിയിലായിരുന്നു രൂപകൽപ്പന ചെയ്തിരുന്നത്. എന്നാൽ ഇതിൽ ആധുനിക റഡാർ സംവിധാനങ്ങളോ സെൻസറുകളോ ഉണ്ടായിരുന്നില്ല. സൈനികരുടെ കാഴ്ച പരിധിയിൽ വരുന്ന ഡ്രോണുകളെ നേരിടുന്നതിനായാണ് ഈ സംവിധാനം പ്രയോഗിക്കാനാകുമായിരുന്നത്. അന്ന് ഈ ചിത്രങ്ങളും ആശയവും ഏറെ പരിഹാസങ്ങൾ നേരിടുകയുണ്ടായി. ആധുനിക യുദ്ധകാലത്ത് ഇത്തരം ലളിതമായ പരിഹാരങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ലെന്നായിരുന്നു പ്രധാന വിമർശനം. എന്നാൽ ഡ്രോൺ യുദ്ധരംഗം ശക്തമായതോടെ ഈ ആശയം നൂതന രീതിയിൽ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് ചൈന. ഇന്ത്യൻ സൈനികർ 3 തോക്കുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച സംവിധാനം ചൈന ഇപ്പോൾ 12 തോക്കുകൾ ഒന്നിച്ചു ഘടിപ്പിച്ച വലിയൊരു മെഷീൻ ഗൺ രൂപത്തിലാണ് പുനർനിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരൊറ്റ സെക്കൻഡിൽ 100 കണക്കിന് വെടിയുണ്ടകൾ ആകാശത്തേക്ക് പായിച്ച് തങ്ങൾക്കെതിരെ വരുന്ന ഡ്രോണുകൾക്കെതിരെ പ്രതിരോധ വലയം തീർത്ത് തകർക്കാനുള്ള സംവിധാനം ചൈന സജ്ജമാക്കിയിരിക്കുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം ലോകത്തെ യുദ്ധരീതികൾ തന്നെ മാറ്റിമറിച്ച സാഹചര്യത്തിൽ കുറഞ്ഞ ചെലവിൽ ഡ്രോണുകളെ തകർക്കുന്ന സംവിധാനങ്ങൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുകയുണ്ടായി. കോടികൾ വിലമതിക്കുന്ന മിസൈലുകൾ ഉപയോഗിച്ച് ചെറു ഡ്രോണുകളെ നേരിടുന്നത് വലിയ സാമ്പത്തിക നഷ്ടമാണെന്ന് ലോകരാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കൈനറ്റിക് എന്ന ആശയം കൂടുതൽ പ്രാധാന്യമാർജിച്ചത്. അതിന്റെ ഒരു ചെറിയ ആവിഷ്കാരമാണ് ഇന്ത്യൻ സൈന്യം വികസിപ്പിച്ച താൽക്കാലിക മൾട്ടി റൈഫിൾ ആശയം. എന്നാൽ ലളിതമായ ആ ആശയം ഇന്ത്യക്ക് യഥോചിതം വികസിപ്പിച്ച് നൂതന ഡ്രോൺ പ്രതിരോധ സംവിധാനമായി വികസിപ്പിക്കാനായില്ലെങ്കിലും മറ്റ് രാജ്യങ്ങൾ ആ ആശയം ഏറെ ശ്രദ്ധിച്ചുവെന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ചൈന ആവിഷ്കരിച്ചിരിക്കുന്ന ആന്റി ഡ്രോൺ സംവിധാനം. ഒരേ സമയം നിരവധി വെടിയുണ്ടകൾ ആകാശത്തേക്ക് പായിച്ച് ഡ്രോണിന്റെ പ്രൊപ്പല്ലറിലോ ബോഡിയിലോ തട്ടി അതിനെ തകർക്കാനാണ് ഇത്തരമൊരു ആയുധ സംവിധാനം വികസിപ്പിച്ചിരിക്കുന്നത്. ചില റിപ്പോർട്ടുകൾ പ്രകാരം നിലവിൽ ഇന്ത്യ മുമ്പ് സൈനികർ മുന്നോട്ട് വെച്ച ആന്റി ഡ്രോൺ സംവിധാനത്തിന്റെ മെച്ചപ്പെട്ട പതിപ്പ് രൂപകൽപ്പന ചെയ്തു വരുന്നതായാണ് പറയുന്നത്. യുദ്ധരംഗത്ത് ഏറ്റവും ലളിതമായ ആശയങ്ങൾ പോലും വലിയ തന്ത്രങ്ങളായി മാറാമെന്നതാണ് ഇന്ത്യൻ സൈനികരുടെ ഒരു ചെറു ആശയം നൂതന ആയുധ സംവിധാനമായി ചൈന വികസിപ്പിച്ചതിലൂടെ തെളിഞ്ഞിരിക്കുന്നത്. യുദ്ധരംഗത്ത് സാങ്കേതിക മികവിനൊപ്പം ലളിതവും ചെലവ് കുറഞ്ഞതുമായ ആശയങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ടെന്ന് ഈ സംഭവ വികാസങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.